ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി, എക്സെപ്റ്റ് ഫ്രം ദ സ്പീച്ച് ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി ബൈ ജവഹർലാൽ നെഹ്റു. സോ ഈ ഒരു സ്പീച്ചിൻ്റെ ഒരു ഷോർട്ട് പോർഷനാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. വീഡിയോൻ്റെ ലിങ്ക് സിലബസിൽ കൊടുത്തിട്ടുണ്ട്. സോ എന്തൊക്കെ കാര്യങ്ങളാണ് ആ ഒരു പെർട്ടിക്കുലർ സ്പീച്ചിൽ ജവഹർലാൽ നെഹ്റു ഷെയർ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമേ തന്നെ എന്താണ് ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി എ സ്പെഷ്യൽ ഓർ ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് ഇൻ ദ ഫ്യൂച്ചർ വിച്ച് ഈസ് ഹോപ്ഡ് ഫോർ. ഒരു ലോങ് ടേം സ്ട്രഗിളിന് ശേഷം എന്തായാലും ഫ്രീഡം കിട്ടും. അന്ന് മീറ്റ് ചെയ്യാനിരിക്കുന്ന ഒരു സ്പെഷ്യൽ മീറ്റിംഗ്, അത് കുറേ മുന്നേ തന്നെ പ്ലാൻ ചെയ്ത് വെച്ചതാണ്. അതാണ് ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി. നെഹ്റു പറയുന്നുണ്ട്, ലോങ് ടൈം എഗോ വി ഹോപ്ഡ് ഫോർ ഫ്രീഡം, ഓക്കെ, നൗ വി ഗോട്ട് ഇറ്റ്, ഓർ ദാറ്റ് സ്പെഷ്യൽ മൊമെൻറ്റ് ഹാസ് കം. ഓക്കെ, ഒരുപാട് കാലം മുന്നേ ആഗ്രഹിച്ച ആ ഒരു സ്വാതന്ത്ര്യം നമ്മൾ ഇന്ന് കൈപ്പറ്റിയിരിക്കുന്നു. ജവഹർലാൽ നെഹ്റുവിൻ്റെ ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന് പറയുന്ന ഒരു സ്പീച്ച് അവതരിപ്പിച്ച ദിവസം 1947 ഓഗസ്റ്റ് 14 ഈ ഒരു പെർട്ടിക്കുലർ സ്പീച്ച് ഇന്നും കൺസിഡർ ചെയ്യുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് ആൻഡ് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഒറേഷൻസ് ഓഫ് ദ 20th സെഞ്ച്വറി എന്ന രീതിയിൽ തന്നെയാണ്. ഈ ഒരു സ്പീച്ചിൻ്റെ ബിഗിനിങ്ങിൽ തന്നെ നെഹ്റു പറയുന്നത്, ഹൗ ഇന്ത്യ ഹാഡ് വെയ്റ്റഡ് എ ലോങ് ടൈം ടു ബിക്കം ഫ്രീ. ഒരുപാട് കാലം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു ഫ്രീഡം നമ്മൾക്ക് കിട്ടിയത്. ആൻഡ് ദാറ്റ് ദ ടൈം ഹാഡ് ഫൈനലി കം. ഓക്കെ, അതിനുശേഷം നെഹ്റു പറയുന്നുണ്ട്, ഹി സെഡ് ലോങ് ഇയേഴ്സ് എഗോ, അതായത് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ തന്നെ നമ്മൾ ഇങ്ങനൊരു പെർട്ടിക്കുലർ ഡേറ്റിൽ നമ്മൾ ഈ ഒരു ടൈമിൽ നമ്മൾ ഫ്രീഡം അച്ചീവ് ചെയ്യും. വി മെയ്ഡ് എ ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. ഓക്കെ, ദിസ് മീൻസ് ദാറ്റ് മെനി ഇയേഴ്സ് എഗോ പീപ്പിൾ ഓഫ് ഇന്ത്യ മെയ്ഡ് എ പ്രോമിസ് ടു ദംസെൽസ് ദാറ്റ് വൺ ഡേ ദേ വുഡ് ബി ഫ്രീ. ഒരു ദിവസം നമ്മൾ ഫ്രീഡം അച്ചീവ് ചെയ്യും എന്ന ആ ഒരു പ്രോമിസ് ഓരോ ആൾക്കാരും മനസ്സിൽ നേർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെഹ്റു പറയാണ്, ഇന്ന് ആ ഒരു നിമിഷം എത്തിയിരിക്കുകയാണ്. ദ മൊമെൻറ്റ് ഹാഡ് നൗ അറൈവ്ഡ്. അടുത്തതായിട്ട് നെഹ്റു പറയുന്നത് ഇങ്ങനെയാണ്, നൗ ദ ടൈം കംസ് വെൻ വി ഷാൽ റിഡീം അവർ പ്ലെഡ്ജ്. നമ്മൾ മുമ്പെടുത്ത പ്രതിജ്ഞ പാലിക്കേണ്ട സമയമായിരിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? അതായത് ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യത്തിലേക്ക് മാറിയിരിക്കുകയാണ് എന്നാണ്. എന്നാലും നെഹ്റു ഈ പറഞ്ഞ നമ്മൾ സ്വാതന്ത്ര്യം കൈവരിച്ചു എന്നത് ഒരു അവസാനമായിട്ട് ഉള്ളതല്ല. ഇനിയും ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതാണ് ആൾക്കാരെ ഓർപ്പിക്കുകയാണ്, ദാറ്റ് ഹിസ് ഫ്രീഡം വാസ് നോട്ട് ദ എൻഡ്, ദർ വാസ് സ്റ്റിൽ എ ലോട്ട് ഓഫ് വർക്ക് ടു ബി ഡൺ. ദെൻ ഹി സെഡ് ദ മോസ്റ്റ് ഫേമസ് ലൈൻ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, അറ്റ് ദ സ്ട്രോക്ക് ഓഫ് മിഡ് നൈറ്റ് അവർ വെൻ ദ വേൾഡ് സ്ലീപ്സ് ഇന്ത്യ വിൽ അവേക്ക് ടു ലൈഫ് ആൻഡ് ഫ്രീഡം. അതായത് ഇത്രയേ ഉള്ളൂ, അർദ്ധരാത്രിയിൽ ലോകം ഉറങ്ങുമ്പോൾ ഇന്ത്യ ജീവിതത്തിലേക്കും അതായത് സ്വാതന്ത്ര്യത്തിലേക്കുമാണ് ഉണരുന്നത്. അറ്റ് മിഡ് നൈറ്റ് വൈൽ ദ റെസ്റ്റ് ഓഫ് വേൾഡ് വാസ് സ്ലീപ്പിംഗ് ഇന്ത്യ വാസ് വേക്കിംഗ് അപ്പ് ടു എ ന്യൂ ലൈഫ്. ഒരു ഫ്രീ കൺട്രി ആയിട്ട് ആണ് ഇന്ത്യ ഉണരാൻ പോകുന്നത്, അല്ലെങ്കിൽ ഉണർന്നിരിക്കുന്നത്. ഇന്ത്യ വാസ് നോട്ട് ജസ്റ്റ് വേക്കിംഗ് അപ്പ് ഇൻ ദ ഫിസിക്കൽ സെൻസ്, ഒരു ഭൗതിക അർത്ഥത്തിൽ ഉണരുക എന്നത് മാത്രമല്ല, ബട്ട് ബിഗിനിങ് എ ന്യൂ ലൈഫ് ആസ് എ ഫ്രീ ഇൻഡിപെൻഡൻറ്റ് കൺട്രി. എല്ലാ അർത്ഥത്തിലും ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് ഇന്ത്യ മാറിയിരിക്കുകയാണ്. ദിസ് കൈൻഡ് ഓഫ് ഇവൻറ്റ് വേർ എ കൺട്രി ഗെയിൻസ് ഫ്രീഡം ഇസ് വെരി റെയർ ആൻഡ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. അതായത് അതുവരെ ഒരു ഭരണത്തിന് കീഴിലായിരുന്ന ഒരു രാജ്യം പെട്ടെന്ന് സ്വാതന്ത്ര്യം നേടുക എന്നത് അപൂർവമാണ്, വളരെ പ്രധാനപ്പെട്ടതുമാണ്. ഇവിടെ കൊളോണിയൽ ഭരണം അവസാനിച്ച് ഇന്ത്യ ഒരു പുതിയ സ്വയം ഭരണത്തിലേക്കും ഒരു പ്രതീക്ഷയുടെയും സന്തോഷത്തിൻ്റെയും ഒരു ലോകത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അതായത് ബ്രിട്ടീഷ് ഭരണം അവസാനിച്ചിരിക്കുന്നു. ഫോർ എ ലോങ് ടൈം ഇന്ത്യാസ് വോയിസ് ആൻഡ് സ്പിരിറ്റ് വെർ ഹെൽഡ് ബാക്ക്. ബ്രിട്ടീഷ് ഭരണത്തിലായിരിക്കുന്ന സമയത്ത് ഇന്ത്യയുടേതായിട്ടുള്ളൊരു വോയിസിന് അവിടെ പ്രാധാന്യം ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം.
നൗ ദ കൺട്രി ഈസ് ഫൈനലി ഏബിൾ ടു എക്സ്പ്രസ് ഇറ്റ് സെൽഫ് ഫ്രീലി. പക്ഷേ ഇന്ന് ബ്രിട്ടീഷ് ഭരണം അവസാനിച്ചു. ഇപ്പോൾ ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഒരു എന്താ പറയുക സ്വാതന്ത്ര്യവും ഒരു പ്രതീക്ഷയൊക്കെ കൈവന്നിരിക്കുകയാണ്. Next, he said, the real freedom is not just about independence. നമുക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു കോളനി ഭരണം അവസാനിച്ചു അവർ പോയി അതിലല്ല ഇരിക്കുന്നത്. ഇറ്റ് മീൻസ് വി മസ്റ്റ് നൗ ഫൈറ്റ് അഗെയിൻസ്റ്റ് പോവേർട്ടി, ഇഗ്നോറൻസ് ആൻഡ് അൺഫെയർനെസ്. അതായത് ദാരിദ്ര്യത്തിനും അജ്ഞതയ്ക്കും അനീതിക്കും എതിരെ നമ്മൾ പോരാടണം. അതൊക്കെ ഇല്ലായ്മ ചെയ്യണം. എങ്കിൽ മാത്രമാണ് നമുക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം കൈവരിച്ചിരിക്കുന്നു എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. He asked all Indians to work together to make the country strong, fair and happy. അപ്പം ഇതിനായിട്ട് ഒന്നോ രണ്ടോ പേരോ മാത്രം ഇറങ്ങി തിരിച്ചാൽ പോരാ, ഒന്നിച്ച് പോരാടണം. ഓൾ ഇന്ത്യൻസ് ഷുഡ് വർക്ക് ടുഗെദർ എന്നാണ് പറയുന്നത്. He said this was the time to be brave, honest and responsible and to help to build a better India for everyone. ഇത് എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ് എന്നാണ് പറയുന്നത്. In order to make India a better one. ഫ്രീഡം ബ്രിങ്സ് റെസ്പോൺസിബിലിറ്റി. സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറഞ്ഞു, പക്ഷേ ഈ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ബാക്കി നിൽക്കുന്നു. ദിസ് ഗവൺമെൻറ് ആൻഡ് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ മസ്റ്റ് ഫോളോ വർക്ക് ടുഗെദർ ടു മേക്ക് ലൈഫ് ബെറ്റർ ഫോർ എവ്രി വൺ. അതായത് നമ്മുടെ ഗവൺമെൻറ്റും ജനങ്ങളും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണം. എന്തിനാണ്? ഓരോ ജനങ്ങളുടെ ഓരോ ആൾക്കാരുടെയും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഗവൺമെൻറ് അതേപോലെ അവരുടെ കൂടെ തന്നെ പൊതുജനങ്ങളും ഒന്നിച്ച് നിൽക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. We have faced many struggles and we still have many problems. ഇത്രയും കാലം ഒരുപാട് സ്ട്രഗിൾസിലൂടെ കടന്നുപോയി. വി സ്റ്റിൽ ഹാവ്, എന്നാൽ ഇപ്പോൾ ഫ്രീഡം കിട്ടിയെന്ന് വെച്ച് അതൊന്നും അവസാനിക്കുന്നില്ല. ഒത്തിരി പ്രശ്നങ്ങൾ ഇനിയും മുമ്പിൽ ഉണ്ട്. ബട്ട് വി മസ്റ്റ് നൗ ലുക്ക് ഫോർവേഡ് ആൻഡ് ഡു അവർ ഡ്യൂട്ടി. നമ്മൾ ഒരു പോസിറ്റീവ് മൈൻഡോടുകൂടി വി മസ്റ്റ് ലുക്ക് ഫോർവേഡ്. നമ്മൾ ഓരോരുത്തരുടെയും നമ്മുടേതായിട്ടുള്ളൊരു കടമ നിർവഹിച്ചുകൊണ്ടിരിക്കുക. വി മസ്റ്റ് വർക്ക് ഹാർഡ് ടു റിമൂവ് പോവർട്ടി, ഇഗ്നോറൻസ്, ഇൽനെസ് ആൻഡ് അൺഫെയർനെസ്. ഓരോരുത്തരും സ്വയം വർക്ക് ചെയ്യുക. എന്തിനാണ്? എന്തൊക്കെ ഇല്ലായ്മ ചെയ്യാനാണ്? ദാരിദ്ര്യം, അതായത് അറിവില്ലായ്മ, അതേപോലെ രോഗങ്ങൾ, അതേപോലെ അസമത്വം, അതിനൊക്കെ വേണ്ടി ഓരോരുത്തരും ഇതൊക്കെ ഇല്ലായ്മ ചെയ്യാനായിട്ട് കഠിനമായിട്ട് പ്രവർത്തിക്കുക എന്നാണ് പറയുന്നത്. The goal of our greatest leader, Mahatma Gandhi, was to wipe every tear from every eye. മഹാത്മാഗാന്ധിയുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഇതായിരുന്നു, ഓരോരുത്തരുടെയും കണ്ണിലെ കണ്ണീര് തുടയ്ക്കുക. നമ്മളുടെ ലക്ഷ്യം പൂർണ്ണമായി കൈവരിച്ചു എന്ന് ഒരിക്കലും പറയാനാകില്ല. വി മേ നോട്ട് റീച്ച് ദാറ്റ് ഗോൾ ഫുള്ളി, ബട്ട് വി മസ്റ്റ് കീപ് ട്രൈയിങ്. പക്ഷേ നമ്മൾ എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. ദീസ് ഡ്രീംസ് ആർ നോട്ട് ജസ്റ്റ് ഫോർ ഇന്ത്യ ബട്ട് ഫോർ ദ ഹോൾ വേൾഡ്. ഈ പറയുന്ന സ്വപ്നങ്ങൾ, ഒരു രാജ്യം സ്വാതന്ത്ര്യം കൈവരിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്വപ്നങ്ങളും പ്രതീക്ഷകളും അത് ഏതൊരു രാജ്യത്തിൻ്റെയും സ്വപ്നം തന്നെയാണ് എന്നാണ് പറയുന്നത്. ഓൾ കൺട്രീസ് ആർ നൗ കണക്റ്റഡ്. ഇന്ന് ഒരു രാജ്യം ഒറ്റയ്ക്ക് നിൽക്കാൻ ഒരിക്കലും ആകില്ല. എല്ലാം കണക്റ്റഡ് ആണെന്നുള്ള രീതിയിൽ തന്നെയാണ് പറയുന്നത്. വി മസ്റ്റ് വർക്ക് ഫോർ പീസ്, ഫ്രീഡം ആൻഡ് സക്സസ് ഫോർ ഓൾ ബിക്കോസ് പ്രോബ്ലംസ് ഇൻ വൺ കൺട്രി ക്യാൻ അഫക്റ്റ് അതേഴ്സ് ടു. ഓക്കെ, അതായത് നമ്മൾ സമാധാനത്തിനും സ്വാതന്ത്ര്യത്തിനും വിജയത്തിനുമൊക്കെ വേണ്ടി നമ്മൾ നിരന്തരം പരിശ്രമിക്കണം. പക്ഷേ നമ്മളുടെ രാജ്യമായിക്കോട്ടെ തൊട്ടയൽ രാജ്യങ്ങൾക്ക് പ്രശ്നമില്ലാത്ത രീതിയിൽ വേണം പ്രവർത്തിക്കാൻ.
അതായത് ആ രീതിയിൽ തന്നെ നമ്മളുടെ രാജ്യം ഒറ്റയ്ക്ക് ഒരിക്കലും നിൽക്കാനായിട്ട് സാധിക്കില്ല. ഏതെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണെങ്കിലും വേറൊരു രാജ്യത്തിൻ്റെ സഹായം നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ടൊരു എല്ലാവരോടും സഹകരിച്ച് സമാധാനത്തിൽ സന്തോഷത്തോടെ പോകണം എന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ ആഹ്വാനം ചെയ്യുന്നത്. അടുത്തായിട്ട് പറയുന്നത്, ടു ദ പീപ്പിൾ ഓഫ് ഇന്ത്യ വി ആസ്ക് യു ടു ജോയിൻ അസ് വിത്ത് ഫെയ്ത്ത് ആൻഡ് ഹോപ്പ്. അതായത് ജനങ്ങളോട് പറയാനുള്ളത് ഒന്നിച്ച് നമ്മൾക്കൊപ്പം നിൽക്കുക, അതായത് വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ ഒന്നിച്ച് നിൽക്കുക. ഈ ഒരു സമയം എന്ന് പറയുന്നത്, ദിസ് ഇസ് നോട്ട് ദ ടൈം ടു ഫൈറ്റ് ഓർ ബ്ലെയിം ഈച്ച് അതർ. തമ്മിൽ കുറ്റപ്പെടുത്താനോ ഫൈറ്റ് ചെയ്യാനോ ഉള്ള സമയമല്ല. ഇറ്റ് ഈസ് ദ ടൈം ടു ബിൽഡ് എ ഗ്രേറ്റ് ഇന്ത്യ. ഈ ഒരു സമയം നമ്മൾ പ്ലാൻ ചെയ്തൊരു ഗ്രേറ്റ് ഇന്ത്യ, അതിന് വേണ്ടിയിട്ടായിരിക്കണം നമ്മുടെ ഓരോ ചിന്തകളും. വേർ എവ്രി വൺ ക്യാൻ ലീവ് ഹാപ്പിലി ആൻഡ് ഫ്രീലി. എങ്ങനെ ഇനി അങ്ങോട്ടേക്ക് സന്തോഷമായും സ്വാതന്ത്ര്യമായും നമുക്ക് മുമ്പോട്ടേക്ക് ജീവിക്കാം, അതിനു വേണ്ടി നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കൂ. അതാണ് പറയുന്നത്. ഈവൻ ദോ വി ഫേസ് പ്രോബ്ലംസ് ആൻഡ് സാഡ്നെസ്, ഒത്തിരി പ്രശ്നങ്ങളിലൂടെയും സങ്കടങ്ങളിലൂടെയും പോയിട്ടുണ്ടാവാം. വി മസ്റ്റ് ബി സ്ട്രോങ്. നമ്മളെപ്പോഴും സ്ട്രോങ് ആയിട്ടിരിക്കുക. ഫ്രീഡം ബ്രിങ്സ് ചലഞ്ചസ് ആൻഡ് വി മസ്റ്റ് ഫേസ് ദം വിത്ത് കറേജ് ആൻഡ് ഡിസിപ്ലിൻ. ഓക്കെ, ഒരുപാട് ചലഞ്ചസ് മുന്നിൽ വരാം. അപ്പോൾ നമ്മളെല്ലാം ധൈര്യത്തോടു കൂടിയിട്ടും പക്വതയോടു കൂടിയിട്ടും അവരോട് പ്രതികരിക്കുക. Our first thoughts go to Mahatma Gandhi, who led us with peace and truth. ആദ്യമേ നമ്മൾ മനസ്സിൽ സ്മരിക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാത്മാഗാന്ധിയെ തന്നെയാണ്. നമ്മളെ സമാധാനത്തിൻ്റെയും സത്യത്തിൻ്റെയും വഴിയിലൂടെ നടത്തിയ വ്യക്തിത്വമാണ്. ഹി ലിറ്റ് ദ പാത്ത് ഡ്യൂറിങ് ഡാർക്ക് ടൈംസ്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മൾക്ക് വഴി കാണിച്ചു തന്ന, അതായത് തിരികൊളുത്തി തന്ന ഒരു മഹാനാണ്. ഈവൻ ഇഫ് we sometimes failed to follow him properly, we will never let his dream of freedom die. പലപ്പോഴായിട്ടാണെങ്കിലും എപ്പോഴെങ്കിലും മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളോട് ഒത്തുപോവാൻ സാധിച്ചിട്ടില്ലെങ്കിലും എന്താണ് പറയുന്നത്, വി വിൽ നെവർ ലെറ്റ് ഹിസ് ഡ്രീം ഓഫ് ഫ്രീഡം. മഹാത്മാഗാന്ധി സ്വപ്നം കണ്ടിട്ടുള്ള വലിയ സ്വപ്നം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യമാണ്. അതൊരിക്കലും കെടുത്താതിരിക്കുക എന്നത് അത് നമ്മളുടെ ഒരു ഉത്തരവാദിത്വം ആണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഓക്കെ, വി ഓൾസോ റിമെമ്പർ ദ മെനി ഫ്രീഡം ഫൈറ്റേഴ്സ് ഹു വർക്ക്ഡ് ആൻഡ് ഗേവ് ദെയർ ലൈഫ്സ് വിത്തൗട്ട് എക്സ്പെക്റ്റിംഗ് റിവാർഡ് ഓർ പ്രൈസ്. ഒരുപാട് സ്വാതന്ത്ര്യ സമര സേനാനികളുണ്ട്. അവർ ഫ്രീഡത്തിന് വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്തു. പക്ഷേ അവർ ആ ഒരു സ്ട്രഗിൾ ചെയ്തതിന് അവരൊരു റിവാർഡോ ഒരു പ്രശംസയോ ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല, രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടണം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രം അവരുടെ ലൈഫ് കളഞ്ഞവരുണ്ട്. ഓക്കെ, വി തിങ്ക് ഓഫ് ദോസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് who are now separated from us by new borders partition. അതുപോലെ പാർട്ടീഷൻ അത് വന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ രാജ്യത്തു നിന്ന് സെപ്പറേറ്റ് ആയി പോയവരുണ്ട്. ബട്ട് ദേ ആർ സ്റ്റിൽ എ പാർട്ട് ഓഫ് അസ്. അപ്പോൾ ഒരു സമയത്ത് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നവരാണ്, ഇന്ന് സെപ്പറേറ്റഡ് ആണ്. പക്ഷേ നമ്മളുടെ മനസ്സിൽ ഇന്നും അവർ ഒരു ഭാഗമാണ് എന്നാണ് പറയുന്നത്. നൗ ദ ഫ്യൂച്ചർ ഈസ് കോളിംഗ്. നമ്മളുടെ മുമ്പിലൊരു നല്ലൊരു ഭാവിയുണ്ട്. അവർ ഗോൾ ഈസ് ടു ബ്രിങ് ഫ്രീഡം ആൻഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ടു എവ്രി വൺ. അപ്പോൾ നമ്മുടെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് എന്താണ്? എല്ലാവർക്കും സ്വാതന്ത്ര്യം കൈവരിക്കുക, അതായത് സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഈക്വൽ ഓപ്പർച്യൂണിറ്റി ടു എവ്രി വൺ, തുല്യ അവകാശം എല്ലായിടത്തും കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ടു ഫാമേഴ്സ്, കർഷകർ, അതായത് പലതരം ജോലിക്കാർ, അതായത് ഇന്ത്യയിലെ ഒട്ടുമിക്ക എല്ലാ ജനങ്ങൾ, ഇവർക്ക് എല്ലാവർക്കും തുല്യനീതി, അവകാശം, സ്വാതന്ത്ര്യം എല്ലാം കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. ഇറ്റ് ഈസ് ടു എൻഡ് പോവർട്ടി, ഡിസീസ് ആൻഡ് ഇഗ്നോറൻസ്. ഓക്കെ, അപ്പം എന്തിനായിരിക്കാം ഈ ഒരു ഫ്രീഡം? അത് നമ്മൾക്ക് പ്രതീക്ഷിക്കാം. അതായത് ദാരിദ്ര്യം
ഉണ്ടാവാതിരിക്കട്ടെ, അതേപോലെ അസുഖങ്ങൾ, അതേപോലെ അറിവില്ലായ്മ, ഇതൊക്കെ മാറി ഒരു നല്ല ഹോപ്പ്ഫുള്ളായിട്ടുള്ള ഒരു രാജ്യം ആയി മാറണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രയത്നിക്കേണ്ടത്. ഇറ്റ് ഈസ് ടു ബ്രിങ് എ സ്ട്രോങ്, ഫെയർ ആൻഡ് മോഡേൺ ഇന്ത്യ. ഒരു മികച്ച ഇന്ത്യ, എല്ലാം കൊണ്ടും ഒരു മികച്ച ഇന്ത്യ, ഒരു മോഡേൺ ഇന്ത്യ, വേർ എവ്രി വൺ ഗെറ്റ്സ് ജസ്റ്റിസ് ആൻഡ് ഗുഡ് ലൈഫ്. എല്ലാവർക്കും തുല്യനീതി, തുല്യ അവകാശം, ഇതെല്ലാം കിട്ടണം. ആ രീതിയിലാണ് നമ്മൾ എല്ലാവരും പ്രയത്നിക്കേണ്ടത് എന്നാണ് പറയുന്നത്. വി ഹാവ് എ ലോട്ട് ഓഫ് വർക്ക് ടു ഡു. ഒരുപാട് ജോലികൾ, ഒരുപാട് കടമകൾ ഇനിയും ബാക്കിയുണ്ട്. വി കനോട്ട് റെസ്റ്റ്, കെപ്റ്റ് ദ പ്രോമിസസ് വി മെയ്ഡ് ആൻഡ് ഹെൽപ്പ് എവറി ഇന്ത്യൻ ടു ലീവ് എ ബെറ്റർ ലൈഫ്. അപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് വെച്ച് നമ്മൾ റെസ്റ്റ് എടുക്കുക, അതല്ല വേണ്ടത്. നമുക്കൊരുപാട് പ്രോമിസസ്, ഒരുപാട് പേർക്ക് കൊടുത്ത പ്രോമിസസ് ഇനിയും നമുക്ക് ചെയ്ത് കൊടുക്കാനുണ്ട്. ഓക്കെ, വി ഹാവ് ടു ഹെൽപ്പ് എവറി ഇന്ത്യൻ. ഓരോ ആൾക്കാരെയും നമുക്ക് സഹായിക്കാനുണ്ട്. അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടി നമുക്ക് ഒരുപാട് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓൺ ദിസ് ഡേ ഓഫ് ഇൻഡിപെൻഡൻസ്, അതുകൊണ്ട് ഇന്ന് നമ്മൾക്ക് ഈ ഒരു ദിവസം, സ്വാതന്ത്ര്യം കിട്ടി ഈ ഒരു ദിവസം, വി പ്രോമിസ് ടു സെർവ് ഇന്ത്യ ആൻഡ് ഓൾ ഹ്യൂമാനിറ്റി. ഇന്ന് നമ്മൾക്കൊരു പ്രോമിസ് എടുക്കാം. അതായത് ഇനി അങ്ങോട്ടേക്ക് നമ്മൾ ഇന്ത്യക്ക് വേണ്ടി, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനും, അതായത് ഇന്ത്യക്ക് വേണ്ടി പ്രവർത്തിക്കും എന്ന് നമുക്കൊരു പ്രോമിസ് എടുക്കാം എന്നാണ് നെഹ്റു പറയുന്നത്. സോ നെഹ്റു ഈ ഒരു സ്പീച്ചിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും അത്രയധികം വിലപ്പെട്ടതാണ്. കാരണം നമ്മൾക്ക് കൊളോണിയൽ ഭരണത്തിൽ നിന്നും ഒരു മോചനം കിട്ടിയതിന് ശേഷം ഒരു പുതിയ ഇന്ത്യ, ഒരു സ്വാതന്ത്ര്യം കൈവരിച്ചതിന് ശേഷമുള്ള ഒരു പുതിയ ഇന്ത്യ, ആ ഒരു ഒക്കേഷൻ മനസ്സിൽ വെച്ചിട്ടാണ്, ആ ഒരു ഒക്കേഷനിൽ നിന്നുകൊണ്ടാണ് നെഹ്റു ഇത് സംസാരിക്കുന്നത്. ഈ ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് ഒരുപാട് കാലങ്ങൾക്ക് മുമ്പേ പ്രതീക്ഷിച്ചതാണ്, ഇങ്ങനൊരു മൊമെൻ്റ് നമ്മൾ കൈവരിക്കും എന്നത്. അപ്പോൾ ആ ഒരു സന്തോഷത്തിന് പുറമേ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസിൻ്റെ കാര്യമാണ് ഇവിടെ നെഹ്റു എടുത്തു പറയുന്നത്. അപ്പോൾ ജാതി മത ഭേദമന്യേ ഒന്നിച്ചു നിന്നും പോരാടാനാണ് ഇവിടെ നെഹ്റു ആഹ്വാനം ചെയ്യുന്നത്. എന്തിന്? ഒരു ബെറ്റർ ഇന്ത്യക്ക് വേണ്ടിയിട്ട്. അതേപോലെ ഈ ഒരു സ്പീച്ചിൽ ഒരുപാട് പേരെ ഓണർ ചെയ്യുന്നുണ്ട്. അതായത് ഇന്ത്യക്ക് വേണ്ടിയിട്ട് പോരാടിയിട്ടുണ്ടായിരുന്ന ഒരുപാട് സ്വാതന്ത്ര്യ സമര സേനാനികളെ ഇവിടെ ഓർത്ത് പറയുന്നുണ്ട്. സോ ഹിയർ വി ക്യാൻ സീ എ ഹോപ്പ് ദാറ്റ് ഇന്ത്യ വിൽ ഗ്രോ സ്ട്രോങ് and what a happy nation. So that's all about this chapter.